അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ മരുമകൾ വന്നിട്ടുണ്ടല്ലോ, അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ബർത്ത്ഡേക്ക് എന്ത് പായസമാണ് ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് ചക്ക വരട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടുള്ള പായസം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ ഒരു സോസ് പാൻ വെച്ച് അതിലേക്ക് 1.5 ബൗള് ചക്ക വരട്ടിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ചക്കപ്പായസം എപ്പോഴും കിട്ടാത്തതാണല്ലോ. ഇനി ഇതിലേക്ക് ഒരു 1.5 തേങ്ങയുടെ 2 പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാലിൽ ഈ ചക്ക വരട്ടിയത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഞാൻ ചക്ക കൊണ്ടുള്ള പായസം ഉണ്ടാക്കുന്നത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. വരട്ടിയെടുത്ത ചക്ക ആയത് കാരണം നല്ല മധുരം ഉണ്ട് കേട്ടോ. അത് കാരണം ഞാൻ 2 അച്ച് ശർക്കര മാത്രമേ ഉരുക്കിയെടുക്കുന്നുള്ളൂ. ഇനി ഉരുക്കിയെടുത്ത ശർക്കര ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇനിയും കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാമല്ലോ. ഇനി ഇതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച 1 പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും 1 സ്പൂൺ ചുക്ക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ചുക്ക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത് ഗ്യാസിന് വേണ്ടിയിട്ടാണെന്ന് പറയും. നല്ലതാണ് കേട്ടോ ചുക്ക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും നട്ട്സും കിസ്മിസും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഒരു പായസം തന്നെ ആയിരുന്നു കേട്ടോ. ഇനി പായസം ഇവിടെ അടച്ചു മാറ്റി വെക്കാം. മരുമകൾ വന്നിട്ടുള്ളത് അവളുടെ ബ്രദറിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 10-ാം തീയതി അവളുടെ ബ്രദറിൻ്റെ കല്യാണമാണ്. 2 ബ്രദറാണുള്ളത്. ഒരാൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്തു നിന്നാണ്. ഇപ്പോൾ 2ാമത്തെ ബ്രദറിൻ്റെ കല്യാണമാണ്. രണ്ടാളും അവളുടെ മൂത്ത ആങ്ങളമാരാണ് കേട്ടോ. അപ്പോൾ അവരിന്ന് കല്യാണം പറയാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. മട്ടൻ കറിയും പിന്നെ മുട്ടയില്ലാത്ത പത്തിരിയും പിന്നെന്താണ് മന്തിയും പിന്നെ സാദാ പത്തിരിയും പിന്നെ കുറച്ച് പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകിട്ട്. പക്ഷേ വൈകിട്ട് എത്താത്തത് കാരണം ഞങ്ങൾ ഒന്നിച്ചാണ് വിളമ്പിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ളത് കാട ഫ്രൈ ആണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാട ഫ്രൈ. അതുകൊണ്ട് ഞങ്ങൾ കാടയാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പായസവും പലഹാരം റേഷൻ കട്ട്ലറ്റും പൂവടയാണ് കേട്ടോ. മരുമകൾ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അവൾക്ക് പിന്നെ 1 മാസം ലീവുണ്ട്. മോനക്ക് 5 ദിവസത്തെ ലീവാണുള്ളത്. അപ്പോൾ അവൻ കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പ്, അതായത് വെള്ളിയാഴ്ച എത്തുള്ളൂ കേട്ടോ, ലീവില്ലാത്തത് കാരണം. പിന്നെ നാളെ മോൻ വരും. പിന്നെ 5-ാം തീയതി മറ്റേ മോനും കുട്ടികളും മരുമകളും കൂടി വരുന്നുണ്ട്. എല്ലാവരും കല്യാണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് വരികയാണ് കേട്ടോ. അവർ പിന്നെ ഒരു 18 ദിവസം അവിടെ ഉണ്ടാവും. എല്ലാം കൂടി നല്ല തിരക്കായിരിക്കും. നല്ല രസമാണ്, നല്ല സന്തോഷത്തിലാണ്. കാരണം കുട്ടികളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷമാണല്ലോ. ഇനി ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ 12 മണിയാകുമ്പോൾ കേക്ക് മുറിക്കണം. ഇതാ ഈ വൈറ്റ് കേക്ക് മോൻ ഓർഡർ ചെയ്തതാണ്. അവിടുന്ന് ഓർഡർ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് തന്നതാണ്. പിന്നെ പിങ്ക് കളറുള്ളത് അവർ വീട്ടുകാർ കൊണ്ടുവന്നതാണ്. എന്നോട് മോള് പറഞ്ഞ് എനിക്ക് ഡ്രീം കേക്ക് മതിയെന്ന്. അപ്പോൾ ഞാൻ ഒരു ബിസ്ക്കറ്റിൻ്റെ ടിന്നിൽ ഡ്രീം കേക്കും ഉണ്ടാക്കിയിട്ട് അങ്ങനെ 3 കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബർത്ത്ഡേ നല്ലൊരു അടിപൊളി ബർത്ത്ഡേ തന്നെ ആയിരുന്നു കേട്ടോ. ഇതാ മോളിതാ മെഴുകുതിരിയൊക്കെ ഊതാൻ കുട്ടികൾ പറഞ്ഞിട്ടാണ്. അവൾക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ അതിന്. പിന്നെ എല്ലാവരും കൂടി നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. നല്ലൊരു അടിപൊളി തന്നെയായിരുന്നു. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രീം കേക്കാണ്. അതാണ് ആദ്യം അതന്നെ അവൾ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. അവൾക്ക് ഇവിടെ പപ്പാനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അവളുടെ അപ്പം അതായി കൊറോണയിൽ ഗൾഫിൽ വെച്ചിട്ട് മരിച്ചതാണ്. അത് കാരണം ഇവിടുത്തെ പപ്പാനെ ഭയങ്കര കാര്യമാണ്. പിന്നെ ഇതാ ആങ്ങളതാ, ഉമ്മതാ, പിന്നെ ഞങ്ങൾ, ആങ്ങളുടെ ഭാര്യ, അത്രേ ഉള്ളൂ കേട്ടോ. വേറെ ആരുമില്ല. ചെറിയതായൊരു ചടങ്ങ്. ഇപ്പോൾ എല്ലാവരും കൂടി ഉണ്ടായത് കാരണം അങ്ങനെ ഒരു ചെറിയൊരു പരിപാടിയാക്കിയെന്ന് മാത്രം. കേക്ക് കട്ടിങ് കാണാൻ വേണ്ടി മോനും വിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രദറും വിളിക്കുന്നുണ്ട് കേട്ടോ. 2 ബ്രദറും ഉമ്മയും ഗൾഫിലാണ് കേട്ടോ. അപ്പോൾ അവർ വന്നതാണ്. പിന്നെ ബ്രദറിൻ്റെ വൈഫ് തിരുവനന്തപുരത്ത് പിന്നെ BDS ആണല്ലോ, അവിടെ വർക്ക് ചെയ്യാണ് കേട്ടോ. പിന്നെ അവരുടെ വീട് ചങ്ങനാശ്ശേരി, കോട്ടയം അടുത്ത്. ഇതാണ് ഇപ്പോൾ അവരുടെ കുടുംബം. ഇനി എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്യുക. ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.